നേരത്തെ പറഞ്ഞു കാത്തോലിക്ക കോൺഗ്രസ് ഇതിനെതിരെ ഒരു വിഷയം ഉയർത്തിയിട്ടുണ്ട്, പരാതിയുമായിട്ട് രംഗത്ത്. അവർ പേഴ്സണലി സംസാരിക്കുകയോ പരാതി അറിയിക്കുക എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഇല്ല. അവരായിട്ട് പേഴ്സണലി സംസാരിക്കാൻ വേറെ ആൾക്കാർ സെൻസർ ബോർഡിലും പുറത്തൊക്കെ ഉണ്ട്. നമ്മളായിട്ട് ഒരു പേഴ്സണലി സംസാരിക്കേണ്ട ആവശ്യമില്ല. അവർ സിനിമ ഇറങ്ങിയിട്ട് ആർക്കും ആരോപണം ഉന്നയിക്കാം, പക്ഷെ സിനിമ ഇറങ്ങണം. ഞങ്ങൾ പറയുന്നത് അവർ എവിടുന്ന് കണ്ടു സിനിമ, അവർക്ക് എവിടുന്ന് അറിയാക്കാത്ത. അപ്പോൾ അതൊരു ഗൂഢാലോചന സെൻസർ ബോർഡുമായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി ആൾക്കാരുമായിട്ടോ നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ കോടതി പോയിട്ടുള്ളത്. അവർക്ക് ഇത്തരം സൂചനകൾ എവിടെ ഈ ട്രെയിലറിൽ നിന്നൊന്നും കിട്ടില്ല, ട്രെയിലറൊന്നോ ടീസറിനോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, അവർ റിലവൻ്റ് സോഴ്സ് എന്നാണ് പറയുന്നത്. അതായത് അവർക്ക് വ്യക്തമായ മാർഗങ്ങളിലൂടെ അല്ലെ വ്യക്തമായ ഒരു വ്യക്തിയിൽ നിന്ന് അവരറിഞ്ഞു എന്നാണ്. അപ്പോൾ ഒരു തേർഡ് പാർട്ടി ഈ സെൻസർ ബോർഡിന് അപ്പുറത്തേക്ക് ഒരു തേർഡ് പാർട്ടി ഈ സിനിമയുടെ കണ്ടന്റ് അറിയുന്നത് ഒരു വിശ്വാസ്യതാ പ്രശ്നം കൂടി വരുത്തുന്നു. അത് ശരിയാണ്. അത് ഞങ്ങൾ കോടതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം തേർഡ് പാർട്ടി കണ്ടന്റ് അറിയാൻ പാടില്ല. ഈ കണ്ടന്റ് അറിയൽ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തും, ഇപ്പോൾ ഞാൻ നിങ്ങളെക്കുറിച്ചോ നിങ്ങളെ ചാനലിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ ആരിനെ കുറിച്ചോ മോശമായി പറയണമെങ്കിൽ നിങ്ങൾക്ക് ആ ടൈം ഡ്യൂറേഷൻ കാര്യങ്ങളും വെച്ച് ആ ക്ലിപ്പും വെച്ച് നിങ്ങൾക്ക് കോടതി പോകാം. കോടതി സ്റ്റേ ചെയ്യുമ്പോഴും അതൊക്കെ റിലീസിന് ശേഷം. അതെങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുന്നതാണ്? അതൊക്കെ ഇതിൻ്റെ ബാക്കിൽ ഗൂഢാലോചനകളുണ്ട്. ഇത് നമ്മൾ സെൻസർ ഇഷ്യൂസ് കഴിയട്ടെ, അന്വേഷണ നിയമപോരാട്ടത്തിലൂടെ കണ്ടെത്താൻ പറ്റും.